വെൽക്കം സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സ്ക്രൂ ഗേജ് ആയിരുന്നു. അപ്പോൾ സ്ക്രൂ ഗേജിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയായിരുന്നു ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ പാർട്സ് പറഞ്ഞു, പിന്നെ പിച്ച് ഓഫ് ദി സ്ക്രൂ എന്താണെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ സ്ക്രൂ ബൈ നമ്പർ ഓഫ് റൊട്ടേഷൻസ്, ഫുൾ റൊട്ടേഷൻസ് ഗിവൺ. ഇനി ലീസ് കൗണ്ട് എന്ന് പറയുന്നത് പിച്ച് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻ ഓൺ ദി ഹെഡ് സ്കെയിൽ. അതായത് പിച്ച് എന്ന് പറയുന്നത് 1 millimeter ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻ ഓൺ ദി ഹെഡ് സ്കെയിൽ ഈസ് 100. സോ 1/100 ഈസ് 0.01 millimeter. ഓക്കെ, അല്ലെങ്കിൽ 0.001 centimeter. അവിടെ വരെയായിരുന്നു പറഞ്ഞത്. ഇനി നമ്മൾ സ്ക്രൂ ഗേജ് ചെയ്യുമ്പോൾ, എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എറേഴ്സ് ഇൻ സ്ക്രൂ ഗേജ്. അപ്പോൾ ആ റീഡിംഗ് എടുക്കുമ്പം എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം സ്ക്രൂ ഗേജിൻ്റെ റീഡിംഗ് എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ വരാവുന്ന 2 ടൈപ്പ് എററാണ്. ഒന്ന് പോസിറ്റീവ് സീറോ എററും മറ്റൊന്ന് നെഗറ്റീവ് സീറോ എററും. പോസിറ്റീവ് സീറോ എറർ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഹാപ്പൻസ് വെൻ ദ സീറോ ഓഫ് ദി സർക്കുലർ ഓർ ഓക്സിലറി സ്കെയിൽ പ്ലേസസ് ബിലോ ദി സീറോ ഓഫ് ദി മീറ്റർ സ്കെയിൽ റീഡിംഗ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, ഈ ഒരു സ്കെയിൽ, അതായത് പിച്ച് സ്കെയിലിൽ ഒരു സീറോ മാർക്കിങ് കാണാൻ പറ്റും. അപ്പോൾ ആ സീറോയ്ക്ക് നേരെ തന്നെ ആയിരിക്കണം, ആ സീറോയ്ക്ക് കോയിൻസൈഡ് ചെയ്ത് തന്നെ വേണം ഈ ഹെഡ് സ്കെയിലിലുള്ള സീറോ നിൽക്കാനായിട്ട്. പക്ഷേ ഇവിടെ കണ്ടാൽ അറിയാം, ഈ ഒരു കേസിൽ നോക്കി, ഇവിടെ സീറോയും കോയിൻസൈഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. സോ അവിടെ നോക്കുമ്പോൾ ഒരു എറർ പോലും അല്ല. എന്നാൽ ഈ കേസിൽ സീറോ എന്ന് പറയുന്നത് ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിന് താഴെയായിട്ടാണ് ഈ സീറോ വന്നിരിക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയും പോസിറ്റീവ് സീറോ എറർ എന്ന് പറയും. ഇനി അഥവാ ഈ സീറോ എന്നത് ഇവിടെ സീറോ എന്നത് ഈ ഹൊറിസോണ്ടൽ ലൈനിന് മുകളിലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ നെഗറ്റീവ് സീറോ എറർ എന്ന് പറയും. കുറച്ച് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു കാര്യമുണ്ട്. അതായത് ഇതിപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഇതിപ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്ക്രൂ ഗേജ്. ഇനി നേരെ മറിച്ച് വേർട്ടിക്കലായിട്ടാണ് ഈ ഒരു സ്ക്രൂ ഗേജ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ സൈഡ് പോസിറ്റീവ് സൈഡും ഈ സൈഡ് നെഗറ്റീവ് സൈഡുമായിട്ടങ്ങ് കൺസിഡർ ചെയ്താൽ മതി. അപ്പം നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ടത്, നമുക്കറിയാമല്ലോ ഇങ്ങനെ ഒരു ആക്സ് ഒക്കെ വരയ്ക്കുവാണെങ്കിൽ ഇത് പോസിറ്റീവ് സൈഡും ഇത് നെഗറ്റീവ് സൈഡും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്താണ്, അതായത് താഴോട്ടാണ് ഈ സീറോയുടെ, ഇതാണല്ലോ ഹൊറിസോണ്ടൽ ലൈൻ, ഈ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ താഴെയാണ് ഈ ഹെഡ് സ്കെയിലിൻ്റെ സീറോ വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം അത് പോസിറ്റീവ് എറർ ആയിരിക്കുന്നു. അപ്പോൾ എറർ പോസിറ്റീവ് ആണെങ്കിൽ ആ എറർ കുറയ്ക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്, അത് മൈനസ് ചെയ്യണം. സോ സീറോ കറക്ഷൻ എന്ന് പറയുന്നത് ഈ കേസിൽ നെഗറ്റീവ് ആയിരിക്കും. ഇനി ഈ സൈഡിലാണ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക, സീറോ ഈ ഹൊറിസോണ്ടൽ ലൈനിന് മുകളിലായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അത് നെഗറ്റീവ് സീറോ എററാണ്. അപ്പം നെഗറ്റീവ് എറർ ആണെങ്കിൽ ആ എറർ കുറയ്ക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ആഡ് ചെയ്യണം അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ സീറോ കറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പം ഇനി ഇവിടെ ഒന്ന് നോക്കാം, ഈ ഒരു കേസിൽ നോക്കാം, ഇവിടെ സീറോയും ഇതാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ സീറോ എറർ ഇല്ല. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഈ സീറോ എന്ന് പറഞ്ഞാൽ ഹെഡ് സ്കെയിലിലെ സീറോ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിന് താഴെയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്തല്ല ഇരിക്കുന്നത്. സോ ഇവിടെ എന്ത് വരും, പോസിറ്റീവ് സീറോ എറർ വരും. ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ആക്സിസ് പോലെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു പോസിറ്റീവ് സൈഡ്, ഇതൊരു നെഗറ്റീവ് സൈഡ്, LHS RHS. അപ്പോൾ ഇവിടെ വരുന്നതാണെങ്കിൽ പോസിറ്റീവ് സീറോ എറർ ആയിരിക്കും. ഇനി ഇവിടെ നോക്കിയേ, മൂന്നാമത്തെ ഫിഗറിൽ കണ്ടാൽ അറിയാം, ഇവിടെ ഹെഡ് സ്കെയിലിലെ സീറോ എന്ന് പറയുന്നത് മുകളിലാണല്ലേ, ഈ ഹൊറിസോണ്ടൽ ലൈനിന് മുകളിലായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നെഗറ്റീവ് സീറോ എറർ എന്ന് പറയുന്നു. ഓക്കെ, സോ റീഡിംഗ് എടുക്കുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ടോട്ടൽ റീഡിംഗ് എന്ന് പറയുന്നത്, ഒരു സ്ക്രൂ ഗേജിൻ്റെ റീഡിംഗ് എടുക്കുന്നത് PSR പ്ലസ് കറക്റ്റഡ് HSR ഇൻറ്റു LC ആണ്. PSR എന്ന് പറഞ്ഞാൽ പിച്ച് സ്കെയിൽ റീഡിംഗ് ആണ്. ഇനി കറക്റ്റഡ് HSR എന്താണ്, ഹെഡ് സ്കെയിൽ റീഡിംഗ് ആണ് അല്ലേ, അല്ലെങ്കിൽ സർക്കുലർ സ്കെയിൽ റീഡിംഗ് എന്നൊക്കെ പറയും. PSRന് മെയിൻ സ്കെയിലും എന്ന് പറയേണ്ട, നമ്മുടെ സാധാരണ സ്കെയിലാണ്, മീറ്റർ സ്കെയിലാണ്, അതെന്താണ് മെയിൻ സ്കെയിൽ എന്ന് പറയാറുണ്ട്. ഹെഡ് സ്കെയിലിന് സർക്കുലർ സ്കെയിൽ എന്നും പറയാറുണ്ട്. ഇപ്പോൾ രണ്ടും എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് കറക്റ്റഡ് HSR എന്ന്. എന്താണ് ഈ കറക്റ്റഡ് HSR? ഞാൻ പറഞ്ഞല്ലോ, അവിടെ സീറോ എറർ ഉണ്ടെങ്കിൽ ആ HSRൽ നിന്ന്, ഹെഡ് സ്കെയിലിൽ കിട്ടുന്ന ആ ഒരു റീഡിങ്ങിൽ നിന്ന് ആ സീറോ എറർ നമ്മൾ എന്താണ്, അത് കുറയ്ക്കുകയോ അല്ലെങ്കിൽ കൂട്ടുകയോ. പോസിറ്റീവ് സീറോ എറർ ആണെങ്കിൽ അത്
ആ എറർ നമ്മൾ മൈനസ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. നെഗറ്റീവ് 0 എറർ ആണെങ്കിൽ ആഡ് ചെയ്യണം. എന്നിട്ട് വേണം ആ HSR എഴുതാനായിട്ട്. അതിനെയാണ് നമ്മൾ കറക്റ്റഡ് HSR എന്ന് പറയുന്നത്. ദെൻ ഇൻറ്റു LC ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് അതിനെ ചെയ്യുക. എന്നിട്ട് PSR കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ റീഡിങ് കിട്ടും. അപ്പോൾ ഇതേ കാര്യത്തെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. MSR പ്ലസ് കറക്റ്റഡ് CSR. CSR എന്ന് പറഞ്ഞാൽ സർക്കുലർ സ്കെയിൽ റീഡിങ് ആൻഡ് MSR എന്ന് പറഞ്ഞാൽ മെയിൻ സ്കെയിൽ റീഡിങ്, ദാറ്റ് ഈസ് ഇൻറ്റു LC. ഇനി എങ്ങനെയാണ് ഒരു മീറ്ററിൽ റീഡിംഗ് എടുക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സ്ലീവിലുള്ള റീഡിങ് എത്രയാണെന്നാണ് ഇവിടെ നോക്കേണ്ടത്. അപ്പോൾ ഈ കേസിൽ കണ്ടാൽ അറിയാം, ഇത് ഈ കാണിച്ചിരിക്കുന്നത് 0, ദെൻ 1, ഇത് 2, ഇത് 3 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് വരുന്നത് താഴെയുള്ള റീഡിങ് 0.5, ഇത് 1 ആണ്, അപ്പോൾ ഇത് 1.5, ഇത് 2 ആണ്, ഇത് 2.5, ഇത് 3 ആണ്, ഇത് 3.5. അപ്പം നമുക്ക് 3.5 റീഡിങ് വരെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം മേളിൽ ഈ ഹൊറിസോണ്ടൽ ലൈനിൽ മേളിലുള്ളത് മില്ലിമീറ്റർ റീഡിങ്ങും താഴെയുള്ള 1/2 മില്ലിമീറ്റർ റീഡിങ്ങുമാണ്. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇത് 0 ആണ്, താഴെ വരുന്നത് എന്താണ് 0.5 മില്ലിമീറ്റർ ആണ്. ഇത് 1 മില്ലിമീറ്റർ ആണെങ്കിൽ ഇത് 1.5 മില്ലിമീറ്റർ, ഇത് 2 ആണെങ്കിൽ 2.5 മില്ലിമീറ്റർ അങ്ങനെ വരുന്നു. അപ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന റീഡിങ് ഈ റീഡിങ് വരെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ റീഡിങ് വരെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ റീഡിംഗ് ആണ് 3.5 അല്ലേ, 3.5 ആണ് ആ റീഡിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യം എന്ത് എഴുതി, ഈ ഒരു 3.5 എന്നുള്ള റീഡിങ് ആദ്യം എഴുതി. ഓക്കെ, ഇനി അടുത്ത് ചെയ്യേണ്ടത്, അപ്പോൾ 3.5 എന്നുള്ള റീഡിംഗ് എഴുതിയതിന് ശേഷം, അപ്പോൾ ഇതെന്താണ് PSR റീഡിംഗ് ആണ് അല്ലേ, പിച്ച് സ്കെയിൽ റീഡിംഗ് ആണ് അല്ലെങ്കിൽ മെയിൻ സ്കെയിൽ റീഡിംഗ് ആണ്. പ്ലസ് അപ്പോൾ ഇവിടെ ഞാൻ 0 എററിൻ്റെ കാര്യം പറയുന്നില്ല. ഇനി 0 എറർ ഉണ്ടെങ്കിൽ HSRൻ്റെ കൂടെ അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വേണം HSR എഴുതാനായിട്ട്. ഇവിടെ ഞാൻ 0 എറർ പറയുന്നില്ല. അതിന് മുന്നേ തന്നെ ഹെഡ് സ്കെയിലിൻ്റെ റീഡിങ് നമുക്ക് നോക്കാം. അപ്പോൾ ഹെഡ് സ്കെയിലിൻ്റെ റീഡിങ് നോക്കിയേ. ഹെഡ് സ്കെയിലിൽ അതായത് ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിന് കോയിൻസൈഡ് ചെയ്യുന്ന ഹെഡ് സ്കെയിലിൽ റീഡിങ് ഏതാണെന്ന് നോക്കുമ്പോൾ, ഇവിടെ നോക്കുമ്പോൾ 10 കഴിഞ്ഞ അടുത്ത ഡിവിഷനാണ്. സോ 11th ഡിവിഷനാണ് ഇവിടെ കോയിൻസൈഡ് ചെയ്യുന്നത്. സോ ഹെഡ് സ്കെയിൽ റീഡിംഗ് 11 ഇൻറ്റു LC. എത്രയാണ്? സ്ക്രൂ ഗേജിനെ സംബന്ധിച്ച് ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 0.01 ആണ്. സോ നമുക്ക് കിട്ടും 3.5 പ്ലസ് 0.11 അല്ലേ. അപ്പം നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? നമുക്ക് കിട്ടുന്ന ആൻസർ 3.65 എന്ന ആൻസർ കിട്ടും. ഓക്കെ, സോ 3.5 പ്ലസ് 0.11. ഇവിടെ അതിൻ്റെ സ്റ്റെപ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആദ്യം റീഡ് ഓഫ് ദ വാല്യൂ ഓഫ് 3.5 മില്ലിമീറ്റർ ഓൺ ദി സ്ലീവ് സ്കെയിൽ. രണ്ടാമത്തെ റീഡ് ഓഫ് ദ വാല്യൂ ഓഫ് 11 യൂണിറ്റ്സ് ഓൺ ദി തിമ്പിൾ സ്കെയിൽ അറ്റ് ദ പൊസിഷൻ 2 വെയർ ദ ഗ്രാജുവേഷൻ ലൈൻസ് അപ്പ് വിത്ത് ദ സ്കെയിൽ ലൈൻ ഓൺ ദ സ്ലീവ്. മൂന്നാമത്തത് ആഡ് ദിസ് ടു ദ സ്ലീവ് റീഡിംഗ് ആസ് 0.1 മില്ലിമീറ്റർ ടു ഗീവ് 3.5 പ്ലസ് 0.11. സോ ഇനി അടുത്തത് നോക്കിയേ, ഈ ഒരു റീഡിങ് നോക്കുമ്പോൾ മറ്റൊന്നാണ്. ഇവിടുത്തെ റീഡിങ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈ മെയിൻ സ്കെയിൽ അല്ലെങ്കിൽ പിച്ച് സ്കെയിലിലെ റീഡിംഗ് ആണ് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ 0, ഇത് 1, ഇത് 2 വരെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു 2.5 എന്തോണ്ട്, അത് പക്ഷേ കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ കാണാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ആ റീഡിംഗ് എടുക്കരുത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട എന്ത് റീഡിംഗ് ആണ്? 2 എന്ന് പറയുന്ന റീഡിംഗ് ആണ് എടുക്കേണ്ടത്. 2 എന്ന് പറയുന്ന റീഡിംഗ് എടുത്തു. ഇനി ഹെഡ് സ്കെയിലിലെ റീഡിംഗ് എത്രയാണ്? ഹെഡ് സ്കെയിലിൽ ഇവിടെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത് 20, 21, 22. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന റീഡിംഗ് 22 ആണ്. സോ 22 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 2 plus 22 into 0.01 is equal to 2.2 millimeter. അപ്പോൾ അഥവാ 0 എറർ അവിടെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് അതായത് ഓരോ എററും ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ഓരോ 0 എററും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഒബ്സർവറും അതുപോലെ തന്നെ ആക്ച്വൽ റീഡിംഗ് കൂടെ കാണിച്ചിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ എങ്ങനെയാണെന്ന് കുറവായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ നോക്കിയേ, ഇവിടെ 0 എറർ എന്ന് പറയുന്നത് നോ 0 എററാണ്. കാരണം ഈ ഹൊറിസോണ്ടൽ ലൈന്, പിച്ച് സ്കെയിലിൻ്റെ ഈ ഹൊറിസോണ്ടൽ ലൈനും അതുപോലെ തന്നെ ഹെഡ് സ്കെയിലിലെ ഈ 0യും കറക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു തരത്തിലുള്ള എററുമില്ല. സോ നോ 0 എറർ. ഇനി
ഒബ്സർവ്ഡ് റീഡിങ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുത്തെ റീഡിങ് നോക്കിയേ. ഇവിടുത്തെ റീഡിങ് ഇവിടെ 2 ആണ് ഇവിടെ റീഡിങ് വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് 0 1 2. ഓക്കെ, ആരോ കൊടുത്തിരിക്കുന്നത് അവിടെ 2 എന്ന് പറയുന്ന റീഡിംഗ് ആണ്. ഇനി ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ് 25 ആണ് വന്നിരിക്കുന്നത്. 25നെ 0.25 എന്ന് എഴുതിയത് എന്തുകൊണ്ടാണ്? കാരണം HSRനെ നമ്മൾ എന്ത് ചെയ്യണം? LC കൊണ്ട് ലീസ്റ്റ് കൗണ്ടുകൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 25 ഇൻറ്റു 0.01 എന്ന് പറഞ്ഞാൽ 0.25 ആണ് വരുന്നതല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ 2.25. ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഈ 0 എറർ നമുക്ക് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാം. അതെങ്ങനെയാണെന്നും കൂടി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ കറക്റ്റഡ് HSR വെച്ചിട്ടാണ് അല്ലേ. ഇതിപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ 0 എറർ ഇല്ലയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആക്ച്വൽ റീഡിങ്ങും ഒബ്സർവ്ഡ് റീഡിങ്ങും എന്താണ്? സെയിം ആണല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ 2.25 മില്ലിമീറ്റർ തന്നെയാണ്. ബിക്കോസ് ദർ ഈസ് നോ 0 എറർ കറക്ഷൻ. ഇനി അടുത്ത ഈ കേസ് ഒന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു പോസിറ്റീവ് 0 എററാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പോസിറ്റീവ് 0 എറർ വന്നത്? കാരണം ഇവിടെ 0 എന്ന് പറയുന്നത് ഈ ഹൊറിസോണ്ടൽ ലൈന് താഴെയായിട്ടാണ് 0 വന്നിരിക്കുന്നത്. അവിടെ അപ്പോൾ പോസിറ്റീവ് 0 എററാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എത്ര ഡിവിഷനാണെന്ന് വെച്ചാൽ നമ്മൾ 0 മുതൽ മുകളിലേക്ക് എണ്ണി പോകണം. ഇവിടെ വരെ 5, പിന്നെ അത് കഴിഞ്ഞ് 2 ഡിവിഷനും കൂടി ഉണ്ട്. അപ്പോൾ 7 ആണ് ശരിക്കും പറഞ്ഞാൽ. 7 ഡിവിഷൻ ഇവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ 0 എറർ എന്ന് പറഞ്ഞാൽ +7 ആണ്. ഇനി നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട്, ഇവിടെ 0.07 മില്ലിമീറ്റർ ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ +7 എഴുതാം, ഇല്ലെങ്കിൽ ഈ 7നെ നമുക്ക് ലീസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 0.01 എന്ന് എഴുതിയിട്ട് 0.07 മില്ലിമീറ്റർ എന്നും എഴുതാം. അപ്പോൾ ഏത് വേണമെങ്കിലും എഴുതാം. ഞാൻ പറഞ്ഞു തന്ന ഇക്വേഷൻ അനുസരിച്ച് PSR പ്ലസ് കറക്റ്റഡ് HSR എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ 7 കിട്ടുവാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ 7 ഡിവിഷൻ ആണല്ലോ എക്സ്ട്രാ വന്നിരിക്കുന്നത്, +7 ആണ് എക്സ്ട്രാ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ റീഡിങ് നോക്കാം. ഇവിടുത്തെ റീഡിങ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് റീഡിങ് 32 ആണ്. നമ്മുടെ റീഡിങ് വന്നിരിക്കുന്നത് 32 ആണ്. ഇവിടെ 2 വന്നു, ഇവിടെ ഹെഡ് സ്കെയിലിൽ 32 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 32ൽ നിന്ന് 7 നമ്മൾ മൈനസ് ചെയ്യണം. 32ൽ നിന്ന് 7 മൈനസ് 25 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ 25 കിട്ടുമ്പോൾ അതെന്താണ്? കറക്റ്റഡ് HSR ആണ്. നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്യാൻ വേണമെങ്കിൽ കറക്റ്റഡ് HSR 25 കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് PSR പ്ലസ് കറക്റ്റഡ് HSR ഇൻറ്റു LC കിട്ടും. അപ്പോൾ എന്ത് 2 പ്ലസ് കറക്റ്റഡ് HSR ഈസ് 25 ഇൻറ്റു 0.01 വരും അല്ലേ. അപ്പോൾ എന്ത് വരും? 2 പ്ലസ് 0.25 വരും. ദാറ്റ് ഈസ് 2.25 എന്ന് എഴുതാനായിട്ട് പറ്റും. ഇതൊരു രീതിയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ കറക്റ്റഡ് HSR ആയിട്ട് നിങ്ങൾ എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ 7 ഡിവിഷനാണല്ലോ വരുന്നത്. അപ്പോൾ ആ 7 ഡിവിഷൻ്റെ കൂടെ എന്ത് ചെയ്യണം? ലീസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 0.07 എന്ന് എഴുതുക. ഇവിടെ സാധാരണ പോലെ തന്നെ റീഡിങ് കാണുക. അതായത് ഈ മെയിൻ സ്കെയിലിൽ 2 ആണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ സ്കെയിലിൽ എന്താണ്? 32 ആണ് ഡിവിഷൻ വന്നിരിക്കുന്നത്. അപ്പം HSRനെ ലീസ്റ്റ് കൗണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താണ് കിട്ടുക? 0.32 കിട്ടും. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 2.32 കിട്ടി. ഇനി നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ ഒരു പോസിറ്റീവ് എറർ അവിടെ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ആ എറർ കുറയ്ക്കാനായിട്ട് എന്താ ചെയ്യുക? നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. എറർ മാറ്റാനായിട്ട് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഈ 2.32ൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? 0.07 സബ്ട്രാക്ട് ചെയ്യുക. നമുക്ക് കിട്ടുന്ന ആൻസർ 2.25 മില്ലിമീറ്റർ. അപ്പോൾ ഏത് രീതിയിൽ ചെയ്താലും നമുക്ക് കറക്റ്റ് ആൻസർ ആണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ ഇനി ഒരു നെഗറ്റീവ് എറർ വരുന്ന കേസാണ് നെക്സ്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, ഇവിടെ വരുമ്പോൾ നമുക്കറിയാം ഈ ഹെഡ് 0 മുകളിലാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്ത് എററാണ് അവിടെ? നെഗറ്റീവ് 0 എററാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ഡിവിഷൻ മാത്രമേ പ്രശ്നമുള്ളൂ. കണ്ടോ, ഈ ലൈനിൽ നിന്ന് 2 ഡിവിഷൻ മുകളിലായിട്ടാണ് ഈ 0 വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ +2 ആണ് 0 എറർ വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഹെഡ് സ്കെയിൽ റീഡിങ്ങിൽ ഒരു -2 ചെയ്യണം. +2 ആണ് എറർ വന്നിരിക്കുന്നത്. അപ്പം -2 അവിടെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ റീഡിങ് നോക്കിയേ, ഈ റീഡിങ്ങിലും PSR സെയിം തന്നെ 2 ആണ്. പക്ഷേ ഇവിടുത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ 3 ആണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ചെയ്യേണ്ടത് 23. ഇവിടെ -0 ആണല്ലോ വന്നിരിക്കുന്നത്. -2 ആണ് വന്നിരിക്കുന്നത്.
എന്ത് ചെയ്യണം? HSRൻ്റെ കൂടെ +2 ആഡ് ചെയ്യണം. സോ 23 വന്നിട്ടുണ്ട്. 23യുടെ കൂടെ എന്ത് ആഡ് ചെയ്യും? 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 25 കിട്ടും. സോ ദാറ്റ് ഈസ് കറക്റ്റഡ് HSR അല്ലേ? കറക്റ്റഡ് HSR ആണെങ്കിൽ നമുക്ക് പിന്നെ ഫോർമുല യൂസ് ചെയ്യാം. PSR പ്ലസ് കറക്റ്റഡ് HSR ഇൻറ്റു LC. ദാറ്റ് ഈസ് 2 പ്ലസ് 25 ഇൻറ്റു 0.01. ദാറ്റ് ഈസ് 2.25 എന്ന് ആൻസർ കിട്ടും. സോ ആ രീതിയിൽ എഴുതാം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു 2 ഡിവിഷനാണ്. ആ 2 ഡിവിഷനെ ലീസ്റ്റ് കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2 ഇൻറ്റു 0.01 ആണെങ്കിൽ 0.02 എന്ന് എഴുതുക. ഓക്കെ, 0.02 എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ റീഡിങ് നോക്കുമ്പോൾ PSR 2. ദെൻ ഇവിടെ ഡിവിഷൻ 23 ആണ്. 23യെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ലിസ്റ്റ് കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് 0.23 വരും അല്ലേ? ഇനി അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2.23. നമുക്ക് എറർ വന്നിരിക്കുന്നത് മൈനസ് ആണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ആ മൈനസ്, അതായത് മൈനസ് ക്വാണ്ടിറ്റിയെ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ പ്ലസ് വരും. ഓക്കെ, അങ്ങനെയാണ് അവിടെ പ്ലസ് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എന്ത് കിട്ടും? 2.25 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാലോ, ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത്, ഈ ഒരു ഇക്വേഷനിൽ ഞാൻ ടോട്ടൽ റീഡിംഗ് എടുക്കുന്ന ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോട്ടൽ റീഡിംഗ് ഈസ് PSR പ്ലസ് കറക്റ്റഡ് HSR ഇൻറ്റു LC എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ ഈ കറക്റ്റഡ് HSRനെ ലീസ്റ്റ് കൗണ്ട് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റഡ് HSR എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? HSRും വരുന്നുണ്ട്, പിന്നെ എന്ത് വരുന്നുണ്ട്? അതിൻ്റെ കൂടെ എററും വരുന്നുണ്ട്. പോസിറ്റീവോ നെഗറ്റീവോ എന്തായിക്കോട്ടെ, എററും വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിനെ നമ്മൾ എന്തുകൊണ്ട്? ഈ ലീസ്റ്റ് കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് ആദ്യം ഇവിടെ എടുത്തപ്പം എററിനെ നമ്മൾ ലീസ്റ്റ് കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എററിനെ ലീസ്റ്റ് കൗണ്ട് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ HSRനെയും ലീസ്റ്റ് കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ആഡ് ചെയ്തതിന് ശേഷം അവസാനം ആ ഒരു എറർ നമ്മൾ മൈനസ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്ലസ് ചെയ്യുകയോ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് സ്ക്രൂ ഗേജിൻ്റെ റീഡിംഗ് എടുക്കുന്നത്. ഓക്കെ, താങ്ക് യു.